ഉലുവയുടെ പൊടിയും പാലും കൂടി പച്ചപ്പാലും ഉലുവയുടെ പൊടിയും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു പാക്കാക്കിയിട്ട് സ്കിന്നിൽ എന്താ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിലൊരു പാക്ക് പറയുന്നുണ്ട്. വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്കാണ്. ഉലുവയും നമ്മുടെ പച്ചപ്പാലും കൂടിയിട്ട് മിക്സാക്കി നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ ഉലുവപ്പൊടി ഇല്ലാത്തത് തന്നെ ഞാൻ സാധാരണ ഉലുവ എടുത്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാലിൽ. എന്നിട്ട് രാവിലെ മിക്സിയിൽ അടിച്ചിട്ട് ഈ ഒരു പരുവാവുന്ന സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊട്ട് മാറ്റാത്തതിൻ്റെ കാരണം, പൊട്ട് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്തോ പോലെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ പൊട്ട് മാറ്റുന്നില്ല. ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഡ്രൈ ആവുന്നതിന് കുറച്ച് മുൻപ് നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് ആ ചേട്ടൻ പറയണത്. സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പിന്നെ ഒരുപാടായിട്ടോ ഉലുവ സോക്ക് ചെയ്യാൻ വെച്ചതും അരച്ചെടുത്തതും. അപ്പോൾ ഞാനത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട്, ഇനി നമ്മൾ എടുത്തു വെച്ചാലും അത് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ ഫേസിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഷോർട്സിൽ ഇനി ഞാൻ കുറച്ച് കുട്ടികളുടെ പേര് മാത്രമേ വായിക്കുള്ളൂ. നമ്മുടെ വീഡിയോസ് കാണാം കേട്ടോ. വീഡിയോസിൽ ഞാൻ പതുക്കെ ഞാൻ എല്ലാവർക്കും ഹായ് പറഞ്ഞ് അക്കൗണ്ട് അടക്കം ഹായ് പറഞ്ഞിട്ട് ഞാൻ പേര് വായിക്കുന്നതായിരിക്കും കേട്ടോ. സോ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് വെക്കണമെന്നില്ല, ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഉണങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയാൻ നോക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കോലാണ് കിട്ടിയത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ഇട്ടത് കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ ഒറ്റി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ മൂടി കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒറ്റി പോവില്ലല്ലോ. പിന്നെ നമ്മൾ സോഫയിലാണ് ഇരിക്കുന്നത്, സോഫയിൽ എല്ലായിടത്തും ആവും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അത് ഉണങ്ങണമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേര് ഞാനൊന്ന് വായിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഹനിയ, ചൈതന്യ, ആൻമരിയ ആൻഡ് ആൻഡ്രിയ, അത് ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ. പിന്നെ ലക്ഷ്മി, ആര്യ, പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ആ കുട്ടി എപ്പോഴും മെസ്സേജ് അയക്കും. ആ കുട്ടിക്ക് ഒരു വലിയൊരു ഹായ് കേട്ടോ. ശ്രിയ ആൻഡ് ഷിബിൻ, സൂര്യ, തേജ, ഷേസ കേട്ടോ. എല്ലാവർക്കും വലിയൊരു ഹായ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുക കേട്ടോ. ഒന്നുകൊണ്ടും ഏത് കാര്യത്തിനും വിഷമിക്കരുത്, ഹാപ്പി ആയിട്ടിരിക്കുക. സോ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നമുക്ക് പതുക്കൊന്ന് റിമൂവ് ചെയ്യാം. എനിക്ക് അത്ര വലിയ റിസൾട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ ഫേസ് എന്ന് പറയണത് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. സോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മോയ്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആയിരുന്നു, നല്ല കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. സോ നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യ് കേട്ടോ.